നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ ബാലറ്റുകളുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫയലിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. പരാതികൾക്ക് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള നീക്കം മീഡിയ വൺ വാർത്തയാക്കി. വിവരങ്ങളുമായി സഫ്വാൻ വി പി ചേരുന്നുണ്ട്. സഫ്വാൻ, പോസ്റ്റൽ ബാലറ്റ് വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് ഈ നീക്കം തടയാനുള്ള കാരണം? ഹരി, ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായുള്ള പരാതികൾ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു മീഡിയ വൺ ഈ വാർത്ത നൽകുകയും ചെയ്തിരുന്നത്. പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരെതിരെ അടക്കം ഈ ഉന്നയിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 21,000-ഓളം ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പരാതി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട്. ആ വിഷയം ഇപ്പോൾ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിലാണ് ഈ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെടുന്ന IAS ഉദ്യോഗസ്ഥൻ, നേതൃത്വം നൽകുന്ന IAS ഉദ്യോഗസ്ഥൻ ജെറോമിക് ജോർജ് IAS ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവുമെന്നതാണ്. എന്തായാലും വിവാദങ്ങളുടെയും പരാതികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വിഷയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ ഈ ഫയലിൽ തുടർ നീക്കം ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പാണ് കിട്ടിയത്. ഈ പരാതികളുടെയും ആക്ഷേപങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴുള്ള തീരുമാനം എന്നാണ് നമുക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഗുഡ് സർവീസ് എൻട്രി സർട്ടിഫിക്കറ്റ് ഈ പരാതികളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതില്ല, നിലവിലെ സാഹചര്യത്തിൽ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ഹരിഗോവിന്ദ്.